നമസ്കാരം. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുക എന്നുള്ളതാണ് ഇന്നത്തെ മന്ത്രിമാർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള പണി. അവരത് നിരന്തരം ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. എന്നാൽ പൊതുജനം അതിനെക്കുറിച്ചിട്ട് അറിയുന്നത് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്. വെറും 12ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള KM ഷാജിയാണ് ഇന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. ഇത്തരം മന്ത്രിമാർ നമ്മുടെ നാടിൻ്റെ ശാപങ്ങളാണ് എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിൽ വളരെ സുപ്രധാനമായ ഒരു നിമിഷമാണ്. ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തികച്ചും ഔപചാരികമായ ഒരു ചടങ്ങ് മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ ഭരണഘടനയോടും ജനങ്ങളോടും ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളോടും തികച്ചും ആത്മാർത്ഥമായ പ്രതിബദ്ധത താൻ പുലർത്തും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന പവിത്രമായ ഒരു ഉത്തരവാദിത്വമാണ് സത്യപ്രതിജ്ഞ. സത്യപ്രതിജ്ഞയിലൂടെ ഒരു മന്ത്രി രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുമെന്നും രാജ്യത്തെ ഐക്യത്തെയും അഖണ്ഡതയെയും കാത്തു സൂക്ഷിക്കുമെന്നും തന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യങ്ങൾ നിഷ്പക്ഷമായും നിയമാനുസൃതമായും ചെയ്യുമെന്നും ജനങ്ങളുടെ ക്ഷേമം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുമെന്നും അധികാരം എന്ന് പറയുന്നത് സ്വന്തം നേട്ടങ്ങൾക്കല്ല, മറിച്ച് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കേണ്ടതെന്നും അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുന്നു. അധികാരത്തിൽ ഇരിക്കുന്നു എന്നതിലല്ല, മറിച്ച് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിലാണ് ഒരു മന്ത്രിയുടെ വിജയം. താൻ സത്യപ്രതിജ്ഞയിലൂടെ പറയുന്ന ഓരോ വാക്കും അത് പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുമ്പോൾ മാത്രമാണ് ജനാധിപത്യം ശക്തിപ്പെടുന്നത്. അതുകൊണ്ട് സത്യപ്രതിജ്ഞ ഒരു ചടങ്ങിൻ്റെ അവസാനമല്ല, മറിച്ച് ജനസേവനത്തിൻ്റെ ഒരു പുതിയ തുടക്കമാണ്. കഴിഞ്ഞ ജൂൺ മാസം 9-ാം തീയതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറായ സുഗതനെ കാപ്പ ചുമത്തി സർക്കാർ ജയിലിൽ അടച്ചത്. അതിനു മുന്നേ തന്നെ ഉള്ള 2 കൗൺസിൽ മീറ്റിങ്ങുകളിൽ അദ്ദേഹം കൗൺസിലിൻ്റെ അനുമതി ഇല്ലാതെ ആബ്സെൻ്റായി. അതുകൊണ്ട് ആ ഒരു അവസ്ഥ വീണ്ടും സംജാതമായാൽ, ആവർത്തിക്കപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കൗൺസിൽ അംഗത്വം നഷ്ടമാകുമെന്നാണ് 1994 ദ കേരള മുനിസിപ്പാലിറ്റി ആക്ട് പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 31-ാം തീയതി നടക്കുന്ന കൗൺസിൽ മീറ്റിങ്ങിൽ തന്നെ പോലീസ് എസ്കോർട്ടോടുകൂടി കൊണ്ടുപോകണം എന്ന് സുഗതൻ സർക്കാരിനോട് അപേക്ഷിച്ചത്. അല്ലാത്ത പക്ഷം തൻ്റെ കൗൺസിലിലെ അംഗത്വം നഷ്ടപ്പെടുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. കാപ്പ വിഷയവും അതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ വിഷയങ്ങളും ഒക്കെ തന്നെ വരുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ മാത്രമാണ്. അതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഒരു റോളും ഇല്ല. ഇനി അഥവാ ആഭ്യന്തര വകുപ്പിന് എന്തെങ്കിലും നിയമപരമായ സംശയമുണ്ടെങ്കിൽ അത് ഈ നിയമവകുപ്പുമായി ആലോചിച്ച് അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതിനു ശേഷം ആഭ്യന്തര വകുപ്പിന് തന്നെ ഒരു തീരുമാനം എടുക്കാവുന്നതാണ്. എന്നാൽ ഇക്കാര്യം ശ്രദ്ധിക്കാതെ ആഭ്യന്തര വകുപ്പ് സുഗതൻ ഒരു കോർപ്പറേഷനിലെ കൗൺസിലർ ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ഫയൽ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് അയച്ചു. സുഗതൻ്റെ പരോളുമായി ബന്ധപ്പെട്ട, അല്ലെന്നുണ്ടെങ്കിൽ എസ്കോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് അയക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങളേവരും ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആ ഫയലിൽ സീൻ ഇൻ LSTD, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഈ ഫയൽ കണ്ടു എന്നുള്ള ഒരൊറ്റ അഭിപ്രായത്തോടു കൂടി ആ ഫയലിനെ തിരിച്ച് ആഭ്യന്തര വകുപ്പിലേക്ക് അയക്കാമായിരുന്നു. ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആ ഫയൽ കാണേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഫയൽ തൻ്റെ മുന്നിൽ വന്നിരുന്നു എന്നും സുഗതന് യാതൊരു കാരണവശാലും ഒരു ആനുകൂല്യവും നൽകാൻ പാടില്ല എന്ന നിർദ്ദേശത്തോടെ താൻ ഫയൽ മടക്കിയതായും ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറയുന്നു. എന്നാൽ സുഗതൻ്റെ അപേക്ഷയിലെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് 1994 മുനിസിപ്പാലിറ്റി ആക്ടിൻ്റെ വ്യവസ്ഥകളുടെ വെളിച്ചത്തിൽ അദ്ദേഹം കോർപ്പറേഷന് ഒരു ശാരീരിക അവധിക്കുള്ള അപേക്ഷ കൊടുക്കുകയും അത് ഈ കൗൺസിൽ അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അംഗത്വത്തിന് ഒന്നും തന്നെ സംഭവിക്കില്ല എന്നുള്ള നിയമപരമായ ഒരു ഉപദേശം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആഭ്യന്തര വകുപ്പിന് നൽകുകയാണ് ചെയ്തത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അത് സുഗതനെ അല്ല അറിയിച്ചത്, നേരെ തിരിച്ചിട്ട് ആഭ്യന്തര വകുപ്പിനെ ആയിരുന്നു. ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ച കാര്യം സുഗതനെ അറിയിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടിയിരുന്നത് ആഭ്യന്തര വകുപ്പായിരുന്നു. എന്നാൽ ആഭ്യന്തര വകുപ്പ് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പറഞ്ഞ കാര്യം അതുപോലെ തന്നെ സുഗതനെ അറിയിച്ചു. അതിലും യാതൊരു തെറ്റുമില്ല. കാരണം എന്താണ്? ഈ കേരള സർക്കാർ തന്നെ അസംബ്ലിയിൽ വെച്ച് പാസാക്കിയ മുനിസിപ്പാലിറ്റി ആക്ടിലെ വ്യവസ്ഥകളുടെ വെളിച്ചത്തിലുള്ള ഒരു നിയമോപദേശം മാത്രമാണ് അവിടെ നൽകിയത്. അതിൽ ഒരു തെറ്റും ഇല്ല. അങ്ങനെ ഒരു കാര്യം ഒരു അപേക്ഷകനെ അറിയിച്ചാൽ അതെങ്ങനെയാണ് ഒരു കുറ്റമാവുക? എന്നാൽ അണ്ടർ സെക്രട്ടറി ചിത്ര പി അരുണിമയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവിൽ
സുഗതനുമായി ബന്ധപ്പെട്ട ഫയലിൽ ദുരുദ്ദേശത്തോടു കൂടി അണ്ടർ സെക്രട്ടറി മാറ്റങ്ങൾ വരുത്തിയെന്നും അത് അധികാര ദുർവിനിയോഗമാണെന്നും കൂടാതെ പെരുമാറ്റ ദൂഷ്യമാണെന്നും പറയുന്നു. സുഗതൻ്റേത് മാത്രമല്ല, ഏതൊരു കൗൺസിലറുടെയും അവധി അപേക്ഷ കൗൺസിൽ പരിഗണിക്കുന്നത് സർക്കാരിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് അനുസരിച്ചിട്ടോ അല്ല, മറിച്ച് ഈ മുനിസിപ്പാലിറ്റി ആക്ടിലെ വ്യവസ്ഥകൾ അനുസരിച്ചിട്ട് മാത്രമാണ്. ഇനി സർക്കാർ അഥവാ എന്ത് നിർദ്ദേശം അഭിപ്രായം രേഖപ്പെടുത്തിയാലും അതിന് പുല്ല് മാത്രമാണ് വില. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുനിസിപ്പാലിറ്റി ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് സുഗതൻ അവധി അപേക്ഷ നൽകിയതും കൗൺസിൽ അത് പരിഗണിച്ചതും കൗൺസിൽ അത് പാസ്സാക്കിയതും. ഈ അണ്ടർ സെക്രട്ടറിയുടെ തലയിൽ ഇല്ലാത്ത കുറ്റം ആരോപിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പുതിയ അഭ്യാസമാണ് ആഭ്യന്തര വകുപ്പ് കളിക്കുന്നത്. അതായത് അവർ നേരത്തെ സുഗതന് നൽകിയിരുന്ന മറുപടി പിൻവലിച്ചു, പകരം പുതിയൊരു മറുപടി കൊടുത്തിരിക്കുന്നു. അതിൽ പറയുന്നത് താങ്കൾ ആവശ്യപ്പെട്ട പ്രകാരം എസ്കോർട്ടോടുകൂടി ഈ കൗൺസിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ 31-ാം തീയതിയിലെ കൗൺസിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ താങ്കളെ അനുവദിക്കാൻ കഴിയില്ല എന്നാണ്. ബാക്കി പരാമർശമെല്ലാം തന്നെ വെട്ടിക്കളഞ്ഞു. ഇതിന് എന്ത് പ്രസക്തിയാണുള്ളത്? കാരണം കൗൺസിൽ സുഗതൻ്റെ അപേക്ഷ പരിഗണിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തിന് 6 മാസത്തേക്കുള്ള അവധി അനുവദിക്കുകയും ചെയ്തു. ഇവിടെയാണ് ഈ രാഷ്ട്രീയക്കാരുടെ പൊള്ളത്തരം നാം മനസ്സിലാക്കേണ്ടത്. കാരണം അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെയോ ഉത്തരവുകൾ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു. ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ താൻ ഭയം കൂടാതെയും പക്ഷപാതിത്വം കൂടാതെയും സ്നേഹമോ വിദ്വേഷമോ കൂടാതെയും നീതിപൂർവമായി തന്നിൽ നിക്ഷിപ്തമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു മന്ത്രിക്കും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സത്യമാണ്. കാരണം അവരുടെ എല്ലാ തീരുമാനങ്ങൾക്കും പുറകിൽ ഒരു പക്ഷപാതിത്വം കാണും, അല്ലെങ്കിൽ ഒരു സ്നേഹം കാണും എന്നുള്ളത് സത്യമാണ്. എങ്കിലും കുറഞ്ഞ പക്ഷം ഒരു വ്യക്തിക്കെതിരെ വിദ്വേഷമില്ലാതെയെങ്കിലും പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കണം. ഇവിടെ ഈ KM ഷാജിയുടെ പ്രവൃത്തികൾ നാം പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ സുഗതൻ എന്നുള്ള വ്യക്തിയോടുള്ള വൈരാഗ്യം, വിദ്വേഷം മനസ്സിൽ വച്ചുകൊണ്ടാണ് അദ്ദേഹം സുഗതൻ്റെ ഫയലിൽ ഒരു നിർദ്ദേശം നൽകിയത്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. സുഗതന് യാതൊരു കാരണവശാലും ഒരു ആനുകൂല്യവും നൽകാൻ പാടില്ല എന്ന മന്ത്രി KM ഷാജിയുടെ നിർദ്ദേശം സത്യപ്രതിജ്ഞാ ലംഘനമാണ്. കാരണം അദ്ദേഹം പക്ഷപാതിത്വത്തോടുകൂടി മുൻ ധാരണയോടുകൂടി പ്രവർത്തിച്ചു. സുഗതന് യാതൊരു കാരണവശാലും നിയമപ്രകാരം അല്ലാത്ത, ചട്ടപ്രകാരം അല്ലാത്ത ഒരു ആനുകൂല്യവും നൽകാൻ പാടില്ല എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകാൻ കഴിയുമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. ഒരു 12ാം ക്ലാസ്സുകാരനിൽ നിന്നും നാം ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അതും കൂടാതെ അദ്ദേഹം ഈ സുഗതനോടും ചിത്ര P. അരുണിമ എന്ന് പറയുന്ന അണ്ടർ സെക്രട്ടറിയോടും അവർ ചെയ്ത ഏക കുറ്റം സെക്രട്ടേറിയറ്റ് മാനുവൽ പ്രകാരം തൻ്റെ കടമ നിർവഹിച്ചു എന്നുള്ളതും മാത്രമാണ്. ഈ 2 വ്യക്തികളോടും അദ്ദേഹം വിദ്വേഷത്തോടു കൂടിയാണ് പെരുമാറിയത് എന്ന് ഈ അണ്ടർ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ആഭ്യന്തര വകുപ്പ് സുഗതന് നേരത്തെ നൽകിയ മറുപടി പിൻവലിച്ച് പുതിയ മറുപടി നൽകിയെങ്കിലും ഈ 1994-ലെ മുനിസിപ്പാലിറ്റി ആക്ടിലെ വ്യവസ്ഥകൾ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. കൗൺസിൽ സുഗതന് 6 മാസത്തെ അവധി നൽകി. ഇപ്പോൾ അദ്ദേഹം അവധിയിലാണ്, പക്ഷേ ജയിലിൽ ആണെന്ന് മാത്രം. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവധിയോടുകൂടി ജയിലിൽ കിടക്കുന്ന വ്യക്തി സുഗതൻ ആയിരിക്കാം. ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ സുഗതൻ ഇനിയും കൂടുതൽ റെക്കോർഡുകൾ ഇടും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ സർക്കാരിന് സസ്പെൻഷൻ നൽകണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അത് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിക്ക് നൽകുന്നതിന് മുമ്പേ നൽകേണ്ടിയിരുന്നത് ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറിക്കാണ്. കാരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു, ശരി, അത് സുഗതനെ അറിയിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടിയിരുന്നത് ആഭ്യന്തര വകുപ്പാണ്. അതുകൊണ്ട് ഈ ചിത്ര P. അരുണിമയെ സസ്പെൻഡ് ചെയ്ത നടപടി ശരിയാണെന്ന് സർക്കാരിന് തോന്നുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവർ ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയെയും എത്രയും വേഗം സസ്പെൻഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ 2 അണ്ടർ സെക്രട്ടറിമാരും യാതൊരു രീതിയിലുമുള്ള ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി തൻ്റെ സത്യപ്രതിജ്ഞാ ലംഘനം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് ധാർമ്മികമായോ ഭരണഘടനാപരമായോ ആ പദവിയിൽ തുടരാനുള്ള യാതൊരു അർഹതയുമില്ല. അതുകൊണ്ട് അദ്ദേഹം എത്രയും വേഗം രാജിവെക്കണം. അഥവാ അദ്ദേഹം രാജിവെക്കാത്ത പക്ഷം കേരളത്തിലെ BJP അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് എത്രയും വേഗം കേരള ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ ഷാജി ഓടുന്ന ഓട്ടം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.